ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വിഷ്ണുമായ സ്വാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും വിജയം കിട്ടുന്നില്ലേ? നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും അനാവശ്യമായ വഴക്കുകളും സമാധാനക്കുറവുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ അതിന് പിന്നിൽ നിങ്ങളറിയാതെ പോകുന്ന ചില നെഗറ്റീവ് ഊർജങ്ങളൊക്കെ ഉണ്ടാകും. അത് ശത്രുദോഷങ്ങളൊക്കെ ആവാം. കാരണം പലപ്പോഴും നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവർ ഉണ്ടാകുന്ന ദോഷങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തെയൊക്കെ ബാധിച്ചേക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീട്ടിലുള്ള ചില സാധാരണ വസ്തുക്കൾ ഉപയോഗിച്ച് എങ്ങനെ ഈ ശത്രുദോഷവും അതുപോലെ തന്നെ കണ്ണീറുമൊക്കെ പൂർണ്ണമായി മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഈ വീഡിയോ മുഴുവനായും കാണുക. കാരണം ഇതിൽ പറയുന്ന ലളിതമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശത്രുദോഷവും അല്ലെങ്കിൽ കണ്ണീറും എന്താണ് എന്നാണ്. ഒരാൾ നമുക്ക് നേരിട്ട് വന്ന് ദ്രോഹം ചെയ്യണം എന്നില്ല. എന്നാൽ അവരുടെ മനസ്സിലെ അസൂയ നിറഞ്ഞ നോട്ടമോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള മോശം ചിന്തകളോ പോലും നെഗറ്റീവ് തരംഗങ്ങളായി നമ്മുടെ വീട്ടിലേക്ക് എത്താറുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വീട്ടിൽ ആർക്കും ഒന്നിനും ഒരു ഉന്മേഷമൊന്നും ഉണ്ടാകാറില്ല. എപ്പോഴും തളർച്ച അനുഭവപ്പെടുക. ചെറിയ കാര്യങ്ങൾക്ക് പോലും കുടുംബാംഗങ്ങൾ തമ്മിൽ വലിയ വഴക്കുകളൊക്കെ ഉണ്ടാകുക. അതുപോലെ തന്നെ സാമ്പത്തികമായി എപ്പോഴും തടസ്സങ്ങളൊക്കെ വരിക. പണം കയ്യിൽ നിൽക്കാതെ പോകുക. കാരണമില്ലാതെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലോ തകർച്ചയൊക്കെ നേരിടുക. നിങ്ങൾക്കും ഇതുപോലെയൊക്കെ അനുഭവമുണ്ടെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെയും ശത്രുദോഷത്തെയും വലിച്ചെടുക്കാനുള്ള കഴിവുകളുള്ള 4 പ്രധാന വസ്തുക്കളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഒന്നാമതായി കല്ലുപ്പ്. തന്ത്രശാസ്ത്രത്തിലും വാസ്തുവിലും കല്ലുപ്പിന് വലിയ സ്ഥാനമാണ് ഉള്ളത്. ഇത് നെഗറ്റീവ് എനർജിയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. വീട് തുറക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർത്ത് തുടയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. രണ്ടാമതായി കരിഞ്ജീരകം. നെഗറ്റീവ് ദൃഷ്ടിയെയും ശത്രുക്കളുടെ മോശം തരംഗത്തെയും പ്രതിരോധിക്കാൻ കറുത്ത വസ്തുക്കൾക്ക് കഴിവുണ്ടെന്നാണ് വിശ്വാസം.
മൂന്നാമതായി ചെറുനാരങ്ങ. നെഗറ്റീവ് ഊർജത്തെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ചെറുനാരങ്ങ. കടകളിലും വീടുകളിലും നാരങ്ങ കെട്ടിത്തൂക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. നാലാമതായി നമ്മൾ പറയുന്നത് കർപ്പൂരം. കർപ്പൂരം കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക വീട്ടിനുള്ളിലെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുകയും നല്ല ഊർജത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനെ നമ്മൾ ഒഴിഞ്ഞിടുക എന്നാണ് പറയുന്നത്. ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ വൈകുന്നേരം സന്ധ്യാസമയത്ത് വേണം ഇത് ചെയ്യേണ്ടത്. ഒരു ചെറിയ മൺപാത്രത്തിലോ ചിരട്ടിയിലോ അല്പം കല്ലുപ്പ്, കരിഞ്ജീരകം, ഒരു ചെറുനാരങ്ങ എന്നിവയെടുക്കുക. വീടിൻ്റെ പ്രധാന വാതിലിന് മുന്നിൽ നിന്ന് തുടങ്ങി വീടിൻ്റെ എല്ലാ കോണുകളിലും ഇത് കാണിക്കുക. ശേഷം വീട്ടിലുള്ള പ്രായമായ ഒരാൾ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഒരുമിച്ചിരുത്തി തലയ്ക്ക് മുകളിലൂടെ 3 തവണ വലം വെച്ച് 3 തവണ ഇടം വെച്ചും ഒഴിയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ ശത്രുദോഷവും കണ്ണീറും എല്ലാം മാറണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഒഴിഞ്ഞതിന് ശേഷം ഈ വസ്തുക്കൾ വീടിന് പുറത്ത് ആരും ചവിട്ടാത്ത വിജനമായ സ്ഥലത്തോ അല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിലോ ഇത് കളയുക. ചെറുനാരങ്ങ മുറിച്ച് 4 ദിശകളിലേക്കും എറിയുന്നതും വളരെ നല്ലതാണ്. ഇതോടൊപ്പം തന്നെ ദിവസവും വൈകുന്നേരങ്ങളിൽ വീട്ടിൽ സന്ധ്യാവിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കുക. വിളക്ക് കൊളുത്തി അല്പം കഴിഞ്ഞ് കർപ്പൂരം കത്തിച്ച് വീട് മുഴുവൻ കാണിക്കുന്നത് ശത്രുദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും. കൂടാതെ വീടിൻ്റെ മുൻവാതിലിൽ ഒരു ചെറുനാരങ്ങയും കരിഞ്ജീരകവും ചെറിയ കറുത്ത തുണിയിൽ കെട്ടി തൂക്കിയിടുന്നത് പുറത്തു നിന്ന് വരുന്ന മോശം കണ്ണുകളിൽ നിന്ന് നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കും. പൂർണ്ണമായും വിശ്വാസത്തോടെയും ശുദ്ധിയോടുകൂടിയും വേണം ഇതൊക്കെ ചെയ്യാൻ. തീർച്ചയായും നിങ്ങളുടെ വീട്ടിലെ അനാവശ്യമായ അസ്വസ്ഥതകളെല്ലാം മാറി സമാധാനവും ഐശ്വര്യവും വരുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിരിക്കും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക. ഇതുപോലെയുള്ള കൂടുതൽ ആത്മീയവും വാസ്തുപരവുമായ അറിവുകൾക്കായി നിങ്ങൾ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.